ശബരിമലയിലെ ശ്രീകോവിലിന്റെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളും സ്വർണ്ണക്കടത്തും അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് മുന്നിൽ പ്രമുഖ നടൻ ജയറാം നൽകിയ മൊഴി കേസിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ചെന്നൈയിലെ താരത്തിന്റെ വസതിയിലെത്തി ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയ മൊഴിയിൽ സന്നിധാനത്തിരിക്കേണ്ട വിശുദ്ധമായ സ്വർണ്ണപ്പാളികൾ തന്റെ വീട്ടിലെത്തിച്ചുവെന്ന് ജയറാം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടെ ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ പുറത്തെത്തിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്കും കോട്ടയത്തെ വിവിധ സ്ഥലങ്ങളിലേക്കും നിയമവിരുദ്ധമായി കടത്തിയെന്ന പോലീസിന്റെയും വിജിലൻസിന്റെയും കണ്ടെത്തലുകൾക്ക് ശക്തമായ തെളിവ് ലഭിച്ചിരിക്കുകയാണ്. ഒരു ഭക്തൻ എന്ന നിലയിലുള്ള വിശ്വാസത്തെ പ്രതികൾ ചൂഷണം ചെയ്തതാണെന്ന ജയറാമിന്റെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴി തുറക്കും. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി മുടങ്ങാതെ ശബരിമല ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തനാണ് താനെന്നും ആ നിലയിൽ സന്നിധാനത്ത് വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്ന പരിചയമാണ് സംഭവങ്ങളുടെ തുടക്കമെന്നും ജയറാം മൊഴി നൽകി. ശബരിമല ശ്രീകോവിലിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പുതുതായി നിർമ്മിച്ച സ്വർണ്ണപ്പാളികൾ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ചെന്നൈയിലെ വസതിയിൽ വെച്ച് പൂജിച്ചാൽ അത് കുടുംബത്തിന് വലിയ ഐശ്വര്യം ഉണ്ടാക്കുമെന്ന് പോറ്റി ജയറാമിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു. ഒരു സാധാരണ ഭക്തൻ എന്ന നിലയിൽ ലഭിച്ച ഈ അവസരം വലിയൊരു മഹാഭാഗ്യമായി കരുതിയാണ് താൻ സ്വീകരിച്ചതെന്നും ഇതിന് പിന്നിലെ സാമ്പത്തിക ചതിക്കുഴികളെ കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നുവെന്നും താരം അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ വെച്ച് നടന്ന പ്രത്യേക പൂജകളിലും തുടർന്ന് കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിലേക്ക് നടന്ന സ്വർണ്ണപ്പാളികളുടെ ഘോഷയാത്രയിലും താൻ പങ്കെടുത്ത കാര്യം അദ്ദേഹം സമ്മതിച്ചു. അന്വേഷണ സംഘം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ജയറാമിന് ഈ കേസിലെ പ്രതികളുമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനോ മറ്റു നടപടികൾ സ്വീകരിക്കാനോ നിലവിൽ അന്വേഷണ സംഘം ആലോചിക്കുന്നില്ല. മറിച്ച് ശബരിമലയിലെ വിശുദ്ധമായ മുതൽ സ്വകാര്യ വ്യക്തികളുടെ ലാഭത്തിനായി എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്തു എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായി ജയറാമിനെ മാറ്റാനാണ് പോലീസിന്റെ നീക്കം. കോടതിയിൽ തന്റെ മൊഴി ആവർത്തിക്കാമെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ജയറാം ഉറപ്പു നൽകിയിട്ടുണ്ട്. തന്റെ വീട്ടിൽ പൂജ നടന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അയ്യപ്പന്റെ മുതൽ കാട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്ന കടുത്ത നിലപാടിലാണ് ജയറാം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. 1 രൂപ പോലും പ്രതികൾ തന്നിൽ നിന്ന് വാങ്ങിയിട്ടില്ലെന്നും കേവലം ഭക്തിയുടെ പേരിലാണ് താൻ ഇതിന്റെ ഭാഗമായതെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. അതേസമയം കേസിലെ മറ്റു പ്രതികളായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യത്തിനായി നിയമപോരാട്ടം ശക്തമാക്കിയിട്ടുണ്ട്. റിമാൻഡ് കാലാവധി 90 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടി സുധീഷ് കുമാർ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കും. ബോർഡ് എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഇതിൽ വ്യക്തിപരമായ സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടില്ലെന്നുമാണ് സുധീഷ് കുമാറിന്റെ വാദം. എന്നാൽ ജയറാമിന്റെ പുതിയ മൊഴി പുറത്തു വന്നതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും തന്റെ അധികാരം ഉപയോഗിച്ച് പുറത്തു കൊണ്ടുപോയി സ്വകാര്യ പ്രദർശനങ്ങൾക്കും പൂജകൾക്കും വെച്ചു എന്നത് ഗുരുതരമായ കുറ്റകൃത്യമായാണ് കോടതി കാണുന്നത്. 2019 ചെന്നൈയിൽ നടന്ന വിവാദമായ പൂജയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരുന്നു. ഗായകൻ വീരാമണി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ആ ചടങ്ങിൽ സന്നിധാനത്തെ ബിംബങ്ങൾക്കും പാളികൾക്കും അനാദരവ് സംഭവിച്ചെന്ന പരാതിയും ഭക്തർക്കിടയിലുണ്ട്. ഭക്തിയെ മറയാക്കി സ്വർണ്ണപ്പാളികളിൽ വലിയ ലാഭം കൊയ്യാനും പ്രമുഖരുമായുള്ള ബന്ധം ഉപയോഗിച്ച് പുതിയ ഇടപാടുകൾ കണ്ടെത്താനുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ശബരിമലയിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഇഷ്ടപ്രകാരം കേരളത്തിന് പുറത്തേക്ക് വരെ ഈ വിശുദ്ധ വസ്തുക്കൾ കൊണ്ടുപോയത് സുരക്ഷാ വീഴ്ചയെയും അഴിമതിയെയും കാണേണ്ടി വരും. ശബരിമലയിലെ സ്വർണ്ണക്കണക്കുകളിൽ വലിയ ക്രമക്കേട് നടന്നുവെന്ന് വിജിലൻസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ശ്രീകോവിലിൽ നിന്ന് മാറ്റിയ പഴയ സ്വർണ്ണപ്പാളികൾ ഉരുക്കി പുതിയത് നിർമ്മിച്ചപ്പോൾ വലിയ അളവിൽ തങ്കം നഷ്ടപ്പെട്ടതായിട്ടും ആരോപണമുണ്ട്. ജയറാമിനെ പോലുള്ള ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ വെച്ച് ഇത്തരം പാളികൾ പ്രദർശിപ്പിച്ചത് കേസിലെ മറ്റൊരു തലത്തിലേക്കും എത്തിക്കുന്നുണ്ട്. ജയറാമിന് പുറമെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മറ്റു ചില പ്രമുഖ വ്യക്തികളുടെ വീട്ടിലും ഇത്തരം പാളികൾ എത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കുന്നതോടെ അഴിമതിയുടെ ആഴം വ്യക്തമാകും. സന്നിധാനത്തെ ചൈതന്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം കൊള്ളകൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഭക്തി സംഘടനകളുടെ ആവശ്യം. ജയറാം ഈ കേസിൽ സാക്ഷിയാകുന്നത് പ്രോസിക്യൂഷന് വലിയ കരുത്തു പകരും. അദ്ദേഹത്തിന്റെ മൊഴിയിലെ വൈകാരികമായ വശങ്ങളും
ഭക്തൻ എന്ന നിലയിലുള്ള വിശ്വസ്തതയും പ്രതികളുടെ കുറ്റകൃത്യം തെളിയിക്കുന്നതിൽ നിർണായകമാകും. ശബരിമല എന്ന വികാരത്തെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെയും ഇടനിലക്കാർക്കുമെതിരെയുള്ള കുറ്റപത്രം വൈകാതെ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. കേരളം ഏറെ ചർച്ച ചെയ്ത ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഓരോ പുതിയ വിവരവും സന്നിധാനത്തെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യനാണെന്നും സത്യം പുറത്തു വരണമെന്നുമാണ് താരം തന്റെ മൊഴിക്ക് ശേഷം പ്രതികരിച്ചത്.